ഹലോ ഓൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് പരിചയപ്പെടുത്താൻ പോകുന്നത് KTU S3 കോമൺ പേപ്പറായിട്ട് വരുന്ന രണ്ട് സബ്ജക്റ്റുകളുണ്ട്, എക്കണോമിക്സ് അതുപോലെ തന്നെ എത്തിക്സ്. ഇത് രണ്ടും മാറി മാറിയാണ് വരുന്നത്. സോ അതിൽ തന്നെ എക്കണോമിക്സ് ഫോർ എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ട് നമ്മുടെ 2024 സ്കീമിൽ. അതിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിനെ പറ്റിയാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ആദ്യമേ കാണേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സാമിന് എങ്ങനെ പഠിക്കാം. ഈ പറഞ്ഞ പോലെ ഡേയ്സ് ലിമിറ്റഡ് ആണ്. ചിലപ്പോൾ നിങ്ങൾ കോർ സബ്ജക്ട് നോക്കുന്നതിൻ്റെ ഒരു തിരക്കിൽ ഈ എക്സാമിന് വേണ്ടി കാര്യമായി ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവില്ല. സോ എങ്ങനെ നമുക്കൊരു പ്രിപ്പറേഷൻ ചെയ്യാൻ പറ്റും, എൻ്റെ ഒരു വ്യൂവിൽ ഞാൻ പറയാം. 2019 സ്കീം പഠിക്കുന്ന ആളാണ് ഞാൻ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ ഞാൻ തേർഡ് ഇയറിലാണ് ഈ ഒരു സബ്ജക്റ്റ് പഠിച്ചിരുന്നത്. അത് ഇൻഡസ്ട്രിയൽ എക്കണോമിക്സ് ആൻഡ് ഫോറിൻ ട്രേഡ് എന്ന് പറഞ്ഞിട്ട് IEFT എന്ന് പറഞ്ഞിട്ട് സബ്ജക്റ്റാണ് ഞങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഈ എക്സാം നമുക്ക് രണ്ട് ഇന്റേണൽ എക്സാം ഒക്കെ ഉണ്ടെന്നുള്ളത് നിങ്ങൾക്കറിയാം. അതിൽ ഒരു ഇന്റേണൽ എക്സാം ഫെയിലായ ആളാണ് ഞാൻ. അങ്ങനെ നല്ല മാർക്ക് കുറവായിരുന്നു. ബട്ട് ഞാൻ സെം എക്സാമിന് ഒരു ഒരു എന്താ പറയുക, സ്റ്റഡി സ്ട്രാറ്റജി ഒന്ന് മാറ്റി കഴിഞ്ഞപ്പോൾ ഐ ഗോട്ട് ഗുഡ് മാർക്സ്. നല്ല മാർക്കിൽ തന്നെ ഞാൻ പാസ്സായി. ജസ്റ്റ് പാസ്സല്ല, നല്ല മാർക്സിൽ തന്നെ എനിക്ക് പാസ്സാകാൻ പറ്റി. സോ എന്താണ് ഞാൻ എടുത്ത സ്റ്റഡി സ്ട്രാറ്റജി എന്നുള്ളതാണ് ആദ്യം പറയുന്നത്. എങ്ങനെ പഠിക്കണം എന്ന് പറഞ്ഞാലല്ലേ നമുക്ക് എന്താ ചെയ്യേണ്ടത് എന്നുള്ളൊരു ഐഡിയ കിട്ടുള്ളൂ. സോ ഞാൻ പറയുന്ന ഐഡിയ ഇസ് ക്വൈറ്റ് സിമ്പിൾ. നോക്കേണ്ട കാര്യം ഇതാണ്, തിയറിയിൽ ഫോക്കസ് ചെയ്തോളൂ. പ്രോബ്ലംസ് ഉണ്ട്, പഠിക്കരുത് എന്നല്ല. ഞാനൊരു ഒന്നോ രണ്ടോ പ്രോബ്ലംസ് പഠിച്ച് പോയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് പോരാ, നിങ്ങളുടെ ഇതിൽ പ്രോബ്ലംസ് കുറച്ചുകൂടെ കാണാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ തിയറി ആവാം, അത് വെയിറ്റേജ് മാറി മാറി വരാം. നമുക്ക് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, ബട്ട് കമ്പാരിറ്റീവ്ലി ഉള്ള എക്സാംസ് വെച്ച് നോക്കുമ്പോൾ കുറവായിരുന്നു. തിയറിയിൽ ഫോക്കസ് ചെയ്യുക നല്ലോണം. ഒന്നും പഠിക്കാൻ പറ്റാത്തവർക്ക് ഉള്ളൊരു ട്രിക്കാണ് ഞാൻ പറയുന്നത്. തിയറിയിൽ ഫോക്കസ് ചെയ്യുക. അത് തന്നെ ഇപ്പൊ തിയറി ഇപ്പൊ 2 ദിവസം കൊണ്ട് കേട്ടാൽ ഒരിക്കലും പഠിക്കാൻ പറ്റില്ല. സോ വാട്ട് ടു ഡു, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ ടോപ്പിക്. ആ ടോപ്പിക് എന്താന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ ട്രൈ ചെയ്ത് നോക്കുക. ഫോർ എക്സാമ്പിൾ, ഇതിലൊരു ടോപ്പിക് നമുക്കുണ്ട്, യൂട്ടിലിറ്റി എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട്. യൂട്ടിലിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഹാപ്പിനെസ് അളവ്, ലൈക്ക് നമുക്ക് എത്രത്തോളം ഹാപ്പിനെസ് വരും എന്നുള്ള രീതിയിൽ ഇതിന്റെ ഒരു അളവിനെയാണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞു, ഇതുപോലെ സിമ്പിൾ ആയി പഠിച്ചു വയ്ക്കുക. ആ ഒരു പോയിന്റ് അറിയാമെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് ഇഷ്ടംപോലെ എലോബറേറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. അത് നമുക്ക് നല്ല മാർക്സ് കൊണ്ടുവരും. ഇതാണ് ഞാൻ എടുത്ത സ്റ്റഡി സ്ട്രാറ്റജി. ഇനി നോട്ട് വെച്ചിട്ട് എങ്ങനെ നിങ്ങൾ സിമ്പിൾ ആയിട്ട് പഠിച്ചു? ഞാൻ നോട്ട് വെച്ചിട്ടല്ല പഠിച്ചത്. നോട്ട് എടുത്തിട്ട് നമ്മുടെ ജെമിനി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടല്ലോ, അതിൽ കൊണ്ടിട്ടിട്ട് ഞാൻ ആദ്യം ഒരു കോഡ് സെറ്റ് ചെയ്തു. അതായത് എക്സ്പ്ലെയിൻ ആസ് സിമ്പിൾ ആസ് പോസിബിൾ വിത്തൗട്ട് ബോറിംഗ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു കോഡ് ജെമിനിയിൽ ഉണ്ടാക്കി. എങ്ങനെ ഈ കോഡ് ഉണ്ടാക്കുന്നത്? പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ ചാറ്റ് ചെയ്യുന്നതിന് മുന്നേ പറഞ്ഞു, ലൈക്ക് ചാറ്റ് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഞാൻ എഴുതി കാണിച്ചാൽ ഇറ്റ് ഡിനോട്ട്സ് ദാറ്റ് എക്സ്പ്ലെയിൻ ആസ് സിമ്പിൾ ആസ് പോസിബിൾ വിത്തൗട്ട് ബോറിംഗ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ച പോയിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ഇട്ട് കൊടുക്കും. എന്നിട്ട് പറയും EASA TWB പറയും. ജെമിനി, ചാറ്റ് GPT രണ്ടിലും ഞാൻ കമ്പയർ ചെയ്തു. ജെമിനിയാണ് ഏറ്റവും ബോറിംഗ് ഇല്ലാണ്ട് ബട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മുടെ തലക്കകത്ത് കത്തുന്ന രീതിയിൽ എന്താണ് ടോപ്പിക് നമുക്ക് കറക്റ്റ് പറഞ്ഞു തരുന്നത്. സോ നേരെ ക്വസ്റ്റ്യൻ പേപ്പർ അതിലെ ക്വസ്റ്റ്യൻ ഇട്ട് കൊടുക്കുക, ഈ കോഡ് അവിടെ എഴുതി കൊടുക്കുക. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, നമ്മൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് റിയൽ വേൾഡ് സിനാരിയോ വെച്ചിട്ട് ഇത് നമ്മളെ ഇൻട്രസ്റ്റ് എന്താന്ന് നോക്കിയിട്ട് തന്നെ അത് പറഞ്ഞു തരും. ഓക്കെ, എന്താ ഇങ്ങനെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ യൂട്ടിലിറ്റി ഒക്കെ പറഞ്ഞപ്പോൾ എനിക്കത് മനസ്സിലായത് ഇങ്ങനെയാണ്. നിങ്ങളൊരു ചോക്ലേറ്റ് എടുത്തു. ആദ്യ ചോക്ലേറ്റ് ആദ്യത്തെ പ്രാവശ്യം നമുക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് സ്ഥിരമായി കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ ഈ ഇഷ്ടത്തിന്റെ അളവ് കുറഞ്ഞു വരും. സോ യൂട്ടിലിറ്റി കുറയും. ഇതാണ് ആ ടോപ്പിക്. ഓക്കെ, അപ്പൊ ഇങ്ങനെ എനിക്ക് ഇപ്പോഴും ഓർമ്മ നിൽക്കുന്നത് ഞാൻ ജെമിനി വഴി പഠിച്ചത് കൊണ്ടാണ്. ഓക്കെ, എനിക്ക് ഒരിക്കലും ഞാൻ പാസ്സാവില്ല എന്ന് പോലും വിചാരിച്ചിരുന്ന സബ്ജക്റ്റ് ആണ്. ഐ ഗോട്ട് ഗുഡ് മാർക്ക്. സോ ഇത് നിങ്ങൾ ആദ്യം ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി നിങ്ങളുടെ എക്സാം പാറ്റേണിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്, അത് നമുക്കൊന്ന് നോട്ട് ചെയ്ത് പോവാം. സോ നോക്കേണ്ട കാര്യം ഇതാണ്, മിനിമം 1 മാക്സിമം 2 ക്വസ്റ്റ്യൻസ് ഫ്രം ഈച്ച് മൊഡ്യൂൾ. കാരണം നിങ്ങൾക്ക് ഇവിടെ ടോട്ടൽ ഓഫ് 6 ക്വസ്റ്റ്യൻ വരും. നിങ്ങൾക്ക് 4 മൊഡ്യൂൾ ഉണ്ട്. 2 ക്വസ്റ്റ്യൻ വെച്ച് വന്നാൽ തന്നെ 8 എണ്ണം വരേണ്ടടുത്ത് നിങ്ങൾക്ക് 6 ക്വസ്റ്റ്യൻ വരുന്നു. സോ ടോട്ടൽ മാർക്സ് 50 ആണ്. അത് ആദ്യം നോട്ട് ചെയ്ത് വെച്ചോളൂ, നോട്ട് 60. ഓക്കെ, 60 അല്ല എന്നുള്ളത് നോട്ട് ചെയ്ത് വെച്ചോളൂ. 50ലാണ് നിങ്ങളുടെ എക്സാം. സോ ഇങ്ങനെയാണുള്ള പാറ്റേൺ വരുന്നത്. ബട്ട് നമുക്ക് ഇവിടെ വരുന്നത് 6 × 3 മാർക്സിന്റെ 6 ക്വസ്റ്റ്യൻ, 18 മാർക്സ്. അതുപോലെ തന്നെ ഓരോ മൊഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻ വെച്ചിട്ടായിരിക്കും വരുന്നുണ്ടാവുക. സോ 4 × 8 മാർക്സ്, ദാറ്റ് ഗിവ്സ് 32 മാർക്സ്. സോ 32 + 18 50 മാർക്സിന്റെ എക്സാം ആയിരിക്കും നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. മാർക്കിനനുസരിച്ച് എക്സാം എഴുതുക. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്സിലേക്ക് കടക്കാം.
സോ ഫസ്റ്റ് മൊഡ്യൂളിൽ നിങ്ങൾ നോക്കേണ്ടത് ഞാൻ പറഞ്ഞ ട്രിക്ക് ഓർത്ത് വെക്കുക എപ്പോഴും, എന്താ ടോപ്പിക് എന്ന് മനസ്സിലാക്കി വെക്കുക. ഇതൊക്കെ സിമ്പിൾ ടോപ്പിക്സ് ആണെല്ലാം. ഞാൻ പഠിച്ച ഒരു എഫക്റ്റിൽ പറയുകയാണ്, ഇതെല്ലാം സിമ്പിൾ ടോപ്പിക്സ് തന്നെയാണ്. അതിൽ തന്നെ ഞാൻ പറഞ്ഞ യൂട്ടിലിറ്റി ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, സോ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കേഴ്സ് എല്ലാം കറക്റ്റ് പഠിച്ചു പൊക്കോളൂ. അത് വലിയ വ്യത്യാസം പറഞ്ഞ കേർവ് ആണെങ്കിൽ ഇപ്പോൾ വരയ്ക്കണം, വരച്ച് പഠിക്കണം, അപ്പോൾ ഓർമ്മയിൽ നിൽക്കില്ല, അങ്ങനത്തെ പ്രശ്നമില്ല. ഒരു കേർവ് തിരിച്ചാണെങ്കിൽ ഒരു കേർവ് മറിച്ചായിരിക്കും. അങ്ങനത്തെ കുഞ്ഞു വ്യത്യാസങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ മൊഡ്യൂളിൽ. എല്ലാ മൊഡ്യൂളും ഞാൻ പറയില്ല, ഈ മൊഡ്യൂൾ അങ്ങനെയുള്ളൂ. കാരണം ഡിമാൻഡ് സപ്ലൈ ഈ രണ്ട് ടോപ്പിക്സ് ആണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ. അതാണ് ഇതിൽ കൂടുതലുള്ളത്, ഡിമാൻഡ് ആൻഡ് സപ്ലൈ. സോ ഇതിൽ രണ്ടിലും ഏതാണ്ട് ടോപ്പിക്സ് സിമിലർ ആയിട്ടാണ് വരുന്നത്. അതായത് ഡിമാൻഡിന്റെ ഓപ്പോസിറ്റ് പോലെ ഒരു ഇതാണ് കാണിക്കുന്നത്. ഇവിടെ ഫാക്ടേഴ്സ് ഉണ്ട്, ഇവിടെ ഫാക്ടേഴ്സ് ഉണ്ട്. ലോ ഓഫ് ഡിമാൻഡ് ഉണ്ട്, ലോ ഓഫ് സപ്ലൈ ഉണ്ട്, ഡിമാൻഡ് കർവ് ഉണ്ട്, സപ്ലൈ കർവ് ഉണ്ട്, പ്രൈസ് എലാസിറ്റി ഓഫ് ഡിമാൻഡ്, മെഷർമെന്റ് ഓഫ് അപ്പം അതിന്റെ ബാക്കിയായിട്ട് ഇവിടെ ഉണ്ട്. സോ ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇന്റർ കണക്ഷൻ പോലെ വർക്ക് ചെയ്യുന്നതാണ്. കേഴ്സ് പഠിച്ചു പോവുക. ഇനി കേഴ്സ് വരച്ച് പഠിക്കണോ? ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എക്സാമിന്റെ തലേ ദിവസം ആ കേഴ്സ് എല്ലാം വൺ ടൈം വരയ്ക്കുക, ഡ്രോ ചെയ്ത് തന്നെ പോവുക. ഒറ്റ പ്രാവശ്യം നിങ്ങൾ കാണാതെ ഒന്നും വരയ്ക്കണ്ട, നോക്കി തന്നെ വരയ്ക്കുക, ഒറ്റ പ്രാവശ്യം വരച്ചു വെക്കുക. ഓക്കെ, ഇത് മനസ്സിലാക്കി വെക്കുക. പിറ്റേ ദിവസം നിങ്ങൾ കോളേജിൽ രാവിലെ എക്സാമിന് കയറുന്നതിന് മുന്നേ ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്, ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് പോവുക, നിങ്ങളുടെ മനസ്സിൽ നിൽക്കും. അല്ലാണ്ട് നിങ്ങൾ തലേ ദിവസവും അതിന്റെ പിന്നത്തെ ദിവസമൊക്കെ ജസ്റ്റ് കയറുക കാണുന്നു, ആ ഇത് കയറുക, ഓക്കെ ഞാൻ മനസ്സിൽ ഇങ്ങനെ വരാം, ഇങ്ങനെ വരാം, അങ്ങോട്ട് വരാം, ഇങ്ങോട്ട് വരാം, ഓക്കെ കഴിഞ്ഞു. അടുത്ത ദിവസം നോക്കിയിട്ട് ഇങ്ങനെ വരാം, ഇങ്ങനെ വരാം. ബട്ട് എക്സാം ഹാളിൽ എത്തുമ്പോൾ ഇങ്ങനെ വരച്ചു വെക്കും നമ്മൾ. കാരണം നമുക്ക് അത്രയും മെമ്മറി, നമ്മുടെ പവർ അങ്ങനെ നിൽക്കുള്ളൂ. അതുകൊണ്ടാണ് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞാൻ പറയുകയാണ്, ഞാൻ എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമാണ്. ബട്ട് ഞാൻ ഈ ഒരു മെത്തേഡിലേക്ക് മാറിയപ്പോൾ എൻ്റെ ഓർമ്മ കുറച്ചുകൂടെ നിൽക്കാൻ തുടങ്ങി. എല്ലാം ഓർമ്മ നിൽക്കും എന്നല്ല, വ്യത്യാസം വന്നു തുടങ്ങി. ഓക്കെ, സോ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം. ഡിമാൻഡ് സപ്ലൈ രണ്ടിന്റെയും ഫാക്ടേഴ്സ്, ലോസ്, ഇതൊക്കെ സിമ്പിൾ സിമ്പിൾ കുഞ്ഞു കുഞ്ഞു ടോപ്പിക് ആട്ടോ. അതുപോലെ സപ്ലൈയുടെയും ഫാക്ടേഴ്സ്, ലോസ്, കർവ്, ഇത് മൂന്ന് എന്തായാലും പഠിച്ചു വെക്കുക. ഓക്കെ, ഞാനിവിടെ മാർക്ക് ചെയ്ത് തരാം. ഫാക്ടേഴ്സ്, ലോ ഓഫ് ഡിമാൻഡ്, ഡിമാൻഡ് കർവ്, അതുപോലെ ലോ ഓഫ് സപ്ലൈ, സപ്ലൈ കർവ്, ഫാക്ടേഴ്സ്. ഇതെന്തായാലും മിനിമം പഠിച്ചു വെക്കുക. ബാക്കി ടോപ്പിക് നിങ്ങൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ബട്ട് ട്രൈ ടു ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇറ്റ് ഇസ്. ഇവിടെ സെക്കൻഡ് ഏരിയ പ്രൊഡക്ഷനിൽ വരുമ്പോൾ പ്രൊഡക്ഷൻ ഫംഗ്ഷനും ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ, അതിൽ തന്നെ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, മിക്കവാറും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഓക്കെ, പിന്നെ കോപ്പ് ഡുഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ഇത് നമുക്ക് 3 മാർക്സിനാണ് നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സോ അതൊന്നും ചെറിയ രീതിയിൽ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പോകും. ഓക്കെ, ഇതാണ് ഫസ്റ്റ് മൊഡ്യൂൾ. കംസ് ടു ദ സെക്കൻഡ് മൊഡ്യൂൾ, കോസ്റ്റ് അഥവാ മാർക്കറ്റ്, രണ്ട് ടോപ്പിക്സ് ആണ് നമുക്കുള്ളത്. സോ കോസ്റ്റ് കൺസെപ്റ്റ് നമുക്ക് പ്രൈവറ്റ് കോസ്റ്റ് ആൻഡ് സോഷ്യൽ കോസ്റ്റ്, സങ്ക് കോസ്റ്റ് പഠിച്ചു പൊക്കോളൂ. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിമ്പിളാക്കി ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളൊരു കാര്യം ചെയ്യുന്നു, അതേസമയം നമുക്ക് വേറൊരു കാര്യം ചെയ്യാം, പക്ഷേ നമ്മൾ ആ കാര്യം ചെയ്യാത്തതുകൊണ്ട് നമുക്ക് വന്ന കോസ്റ്റിലെ വേരിയേഷൻ ആണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. സിമ്പിൾ ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇതുപോലെ സിമ്പിൾ നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, എക്സ്പ്ലിസിറ്റ് ഇംപ്ലിസിറ്റ് കോസ്റ്റ് ചോദിക്കാം, ഷോർട്ട് റൺ, ലോങ് റൺ ചോദിക്കാം. ബ്രേക്ക് ഈവൻ പോയിന്റ് എന്തായാലും പഠിച്ചു പോകണം, വെരി 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 ഇമ്പോർട്ടൻറ്റ്. ബ്രേക്ക് ഈവൻ പോയിന്റ്, അത് ബ്രേക്ക് ഈവൻ അനാലിസിസ് ഉണ്ട്, ബ്രേക്ക് ഈവൻ പോയിന്റും ഉണ്ട്. അതെന്തായാലും നിങ്ങൾ പഠിച്ചിട്ട് തന്നെ പോകും. അതായത് നമ്മളൊരു ഇത് നടത്തുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് വരുന്നൊരു സമയമുണ്ട്, ലോസ് വരുന്നൊരു സമയമുണ്ട്, അങ്ങനെ രണ്ട് ടൈമുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തൊരു പ്രോഫിറ്റ് ലോസ് അല്ലെങ്കിൽ ആ ഒരു വേരിയേഷൻ വരുന്ന സമയത്ത് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുന്നുണ്ടോ, ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന ബ്രേക്ക് ആണ് ശരിക്കും ബ്രേക്ക് ഈവൻ പോയിന്റ്. അത് അങ്ങനെ സിമ്പിൾ ആയിട്ട് നമുക്ക് ജെമിനി പഠിപ്പിച്ചു തരും. ഓക്കെ, സോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ അതെന്തായാലും പഠിച്ചു പോകണം. ഓക്കെ, അത് റിപ്പീറ്റ് 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 ക്വസ്റ്റൻ ആണ്. ഓക്കെ, പിന്നെ ഞാൻ കൂടുതൽ കണ്ടിരിക്കുന്നത് സെക്കൻഡ് ഏരിയ എന്നാണ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മോണോപോളി, മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ, ഒളിഗോപോളി. സോ ഈ 4 ടോപ്പിക്കും ഒരു ചേട്ടാനിയ ബന്ധം പോലെയാണ്. കാരണം പെർഫെക്റ്റ് കോമ്പറ്റീഷന് ചെറിയൊരു വേരിയേഷൻ ആയിരിക്കും മോണോപോളി, മോണോപോളിയുടെ ചെറിയ വേരിയേഷൻ ആണ് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ, അതിന് ചെറിയൊരു വേരിയേഷൻ ആണ് ഒളിഗോപോളി. ഇതെല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. സോ മാർക്കറ്റ് എന്ന് പറയുന്ന ഈ എല്ലാ ടോപ്പിക്സും പഠിച്ചു പോകാൻ പറ്റും. നല്ല കിൻഡ് ഡിമാൻഡ് ഒക്കെ ഇഷ്ടംപോലെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, പക്ഷെ ഈ പറഞ്ഞ സാധനങ്ങൾ നിങ്ങൾ പഠിക്കാൻ പണിയാണോന്നല്ല, നിങ്ങൾ ആ കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലായി നിങ്ങൾക്ക് 5-6 പേജ് വലിച്ചു വരെ എഴുതാൻ കിട്ടും. കാരണം അങ്ങനെ അത്ര സിമ്പിൾ ടോപ്പിക്കാണ് അത്. ഓക്കെ, അതിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിക്കാൻ പറ്റില്ല, പക്ഷെ എന്താണെന്ന് നോക്കിയേക്കുക. സോ ആ സംഭവങ്ങളും കൂടെ ഞാനിവിടെ മാർക്ക് ചെയ്ത് വെക്കാം. സോ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, മോണോപോളി, അതുപോലെ തന്നെ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ, ഒളിഗോപോളി, കിൻഡ് ഡിമാൻഡ് കർവ്. അതൊരു കർവ് തന്നെ ഉണ്ട് കേട്ടോ.
ഇൻക്ലൂഡ് ഡിമാൻഡ് കർവ് ഞാൻ മോഡലാണ് ഇവിടെ നിങ്ങൾ അങ്ങനെ അതിൽ സിലബസ് ഉള്ളത് തന്നെ പഠിച്ചോളൂ. ഓക്കെ, ഇതാണ് സെക്കൻഡ് മൊഡ്യൂൾ പറയുന്നത്. കംസ് ടു ദ തേർഡ് മൊഡ്യൂൾ. നെവർ സ്കിപ്പ് ദ ടോപ്പിക്സ് GDP, GNP, NNP എന്തായാലും പഠിച്ചു പോവുക. അത് കുറച്ച് പണിയുള്ള ടോപ്പിക്കാണ്, പക്ഷെ എന്താണെന്നൊന്ന് മനസ്സിലാക്കി വെച്ചോളൂ. ഇത് ഒരു എന്താ പറയാ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഓർ ക്വസ്റ്റ്യൻ എവിടെയെങ്കിലും ഒരിടത്തുണ്ടാവും. ഓക്കെ, പിന്നെ നമുക്കിതിൽ ഫൈനൽ ഗുഡ്സ്, ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ഒരു കുഞ്ഞു ടോപ്പിക്കാണ്, പഠിച്ചു പോക്കോളൂ. ഔട്ട്പുട്ട് മെത്തേഡ്, അതായത് മെത്തേഡ് ഓഫ് എസ്റ്റിമേഷൻ, ഔട്ട്പുട്ട് മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്, ഡിഫിക്കൽട്ടീസ് ഇൻ മെഷർമെന്റ് ഓഫ് നാഷണൽ ഇൻകം റിപ്പീറ്റഡ് ആണ് കേട്ടോ. ഡിഫിക്കൽട്ടീസ് ചോദിച്ചിട്ടുണ്ട് പലപ്പോഴും. ഒന്നുമില്ല, നമുക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പൊ ചിലർ വിദേശത്തുള്ളവരുണ്ടാവും, അവരുടെ പൈസ നമ്മളിവിടെ കൂട്ടും, ചിലപ്പോൾ അവർ ഇങ്ങോട്ട് കൊണ്ടുവരും, അപ്പൊ ഇതെല്ലാം കൂടെ ഡബിൾ കൗണ്ട് പോലെ വരും. അതെങ്ങനെ തടയാം, അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. ഓക്കെ, ദെൻ കംസ് ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. അതെല്ലാം പഠിച്ചു പോകാൻ പറ്റും, അത്ര നല്ലത്. കാരണം അത് ചോദിച്ചാൽ നമുക്ക് ഉറപ്പായിട്ട് എഴുതാൻ പറ്റുന്നതാണ്. അത് നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. അതായത് എന്തുകൊണ്ട് ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നത്, അതായത് മണി ഓവറായി പോകുന്നു എന്നുള്ളൊരു സംഭവമാണ്. നമ്മളിപ്പോൾ നോട്ട് നിങ്ങൾ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ടാവും, നമുക്ക് നമ്മുടെ ബാങ്ക് ഏരിയയിലൊക്കെ നമുക്ക് ഇഷ്ടംപോലെ നോട്ട് അടിച്ചു കൂടെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പൈസയ്ക്ക് ഒരു ഇത് വരില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നു കഴിയുമ്പോൾ വേറെ കുറെ ഇഷ്യൂസ് ഉണ്ടാവും. അതെല്ലാം നിങ്ങളോട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. കോസസ് ആൻഡ് എഫക്ട്, അത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ ഉണ്ടായി ഇങ്ങനെ ഉണ്ടാവും നിങ്ങൾക്ക് മനസ്സിലാവും. ചില കാര്യങ്ങളൊക്കെ ലൈക്ക് ചിലപ്പോൾ നമ്മൾ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കണക്ഷൻ കിട്ടുന്ന ഒരു ടോപ്പിക്കാണ്. ഓക്കെ, മെഷേഴ്സ് ടു കൺട്രോൾ ഇൻഫ്ലേഷൻ, മോണിറ്ററി ആൻഡ് ഫിസിക്കൽ പോളിസീസ്. മോണിറ്ററി ആൻഡ് ഫിസിക്കൽ പോളിസീസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. അതെന്തായാലും നിങ്ങൾ പഠിച്ചു പോകുക, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. സോ ആൻഡ് ഫിസിക്കൽ പോളിസീസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. റെപ്പോ, റിവേഴ്സ് റെപ്പോ പഠിച്ചു പോകാൻ പറ്റിയാൽ നല്ലത്. ഓക്കെ, ഇതാണ് നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിൽ നിന്ന് വരുന്നത്. ഓക്കെ, സോറി തേർഡ് മൊഡ്യൂളിൽ നിന്ന് വരുന്നത്. കംസ് ടു ദ ഫോർത്ത് മൊഡ്യൂൾ. ഈ ഒരു ഭാഗം നമുക്ക് 2019 സ്കീമിൽ പഠിക്കാനില്ലായിരുന്നു. സോ ഇതിൽ നിന്ന് എന്ത് വരും വരില്ല എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ ഇറ്റ്സ് ടു ഡിഫിക്കൾട്ട്. ഇതിൽ നിന്ന് എനിക്കിപ്പോൾ പറഞ്ഞു തരാൻ പറ്റിയ ഒരു ടോപ്പിക് അല്ല, ലൈക്ക് ഒരു എന്താ പറയാ ട്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ ടോപ്പിക്. വേറെ ഒന്നും നമുക്ക് ഇവിടെ ചെയ്യാനില്ല. ഓക്കെ, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ ടോപ്പിക്. വൈ? ബിക്കോസ് നമുക്കിവിടെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഏതാണ് ഇമ്പോർട്ടൻറ്റ് നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാനും പറ്റില്ല. ഓക്കെ, എങ്ങനെ വരും എന്ത് വരും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ഒരു ടോപ്പിക് അവൈലബിൾ അല്ലാത്തതുകൊണ്ട്. എന്നാലും ലൈക്ക് ഐ ഫീൽസ് ലൈക്ക്, ഞാനിത് ഉറപ്പ് പറയുന്നില്ല, ഫീൽസ് ലൈക്ക് അഡ്വാൻറ്റേജസ് ആൻഡ് ആപ്ലിക്കേഷൻ ഏരിയാസ് ഓഫ് വാല്യൂ എഞ്ചിനീയറിംഗ് മേ ബി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആയിട്ട് വന്നേക്കാം. ഓക്കെ, സോ പഠിച്ചു പോകാൻ പറ്റിയാൽ ഐ തിങ്ക്സ് ഇറ്റ്സ് എ ഗുഡ് തിങ്. എനിക്ക് കണ്ടതിൽ വെച്ച് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ഇതുണ്ടെന്ന് തോന്നിയ ടോപ്പിക് ഇതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഫസ്റ്റത്തെ ഏരിയ കോസ്റ്റ് വാല്യൂ, എക്സ്ചേഞ്ച് വാല്യൂ, യൂസ് വാല്യൂ, എസ്റ്റീം വാല്യൂ, ടൈപ്സ് ഓഫ് വാല്യൂസ് പഠിച്ചു പോയിക്കോളും. ഓക്കെ, പിന്നെ താഴത്തെ ഏരിയയിൽ ലൈക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഇമ്പോർട്ടൻ്റ് എന്ന് എനിക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. ലൈക്ക് എവറിത്തിങ് ഇസ് ഈക്വലി ആണ് കാണുന്നത്. സോ ഇതാണ് നമുക്ക് ഫോർത്ത് മൊഡ്യൂൾ വരിക. സോ ഈ ഒരു എക്സാം നിങ്ങൾ 2 ക്രെഡിറ്റ് ആണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം, അതുപോലെ തന്നെ 50 മാർക്സിനാണെന്നുള്ളത് അറിയാം. ഈ പറഞ്ഞ പോലെ ഒന്നും എഴുതാണ്ട് ഇറങ്ങരുത്, എന്തെങ്കിലും എഴുതി വെക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരു എന്താ പറയാ സപ്ലി ഇല്ലാണ്ട് ഇറങ്ങാം. പക്ഷെ എന്തെങ്കിലും എഴുതി വെച്ചിട്ട് കാര്യമുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ, ലൈക്ക് ഒരു ബന്ധമില്ലാത്ത കാര്യം എഴുതി വെക്കരുത്, അതുകൊണ്ട് കാര്യമില്ല. അതിനാണ് ഞാൻ പറഞ്ഞത് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ടോപ്പിക്. ആ ടോപ്പിക് എടുത്ത് ജെമിനിയിൽ ഇടുക, എന്താന്ന് ചോദിക്കുക, ബോറിംഗ് ആവാണ്ട് എളുപ്പത്തിൽ പറഞ്ഞു തരാൻ പറയുക, എളുപ്പത്തിൽ പറഞ്ഞു തരും. പറഞ്ഞു തന്നാൽ അതെന്താണെന്ന് മനസ്സിൽ വെക്കുക. നിങ്ങൾക്ക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിയുമ്പോൾ അന്നേരം നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ വരുന്നത് എഴുതി വെക്കുക. അത് ആ ടോപ്പിക്കുമായിട്ട് ബന്ധമുള്ളതായിരിക്കും. ആ ടോപ്പിക് എന്താണെന്ന് മനസ്സിലായി നമുക്ക് എഴുതാൻ പറ്റും, അത് ക്ലിയർ ആയിട്ട് ചെയ്തു വെക്കുക. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ദിസ് മീ അലൻ ജോസ് സാന്റോസ് സൈനിങ് ഓഫ്. ബൈ.